പണ്ടേ വെറൈറ്റി പിടിക്കാൻ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചിക്കൻ ഡോണറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിക്കൻ ഡോണറ്റിന് എന്താ അത്ര വലിയ വെറൈറ്റി. പൊതുവേ ചിക്കൻ ഡോണറ്റിനും നഗറ്റ്സിനൊക്കെ ആണെങ്കിലും നമ്മൾ ചിക്കൻ ഇങ്ങനെ കുക്ക് ചെയ്യാതൊക്കെ അരച്ചെടുത്തുങ്ങാണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല കേട്ടോ. ഇത് നമ്മൾ വേറൊരു ടൈപ്പിലാണ് ഉണ്ടാക്കിയത്. സംഭവം കിടുവിനും കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഉള്ളത് പറയാലോ. പക്ഷേ സോസിൽ മുക്കി കഴിക്കുമ്പം അത്ര വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നണില്ല. മയണൈസിനായാലും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ശരിക്ക് കിട്ടണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം. നല്ലൊരു കട്ടൻ ചായയൊക്കെ കൂട്ടി ഇതിങ്ങനെ മഴയത്തൊക്കെ കഴിക്കുമ്പോൾ ആഹാ, നമ്മളെ പണ്ട് ദുൽഖർ പറഞ്ഞ പോലെ അന്തസ്. പുറത്തിങ്ങനെ ക്രിസ്പിയായി കിട്ടാനും നമ്മൾ ബ്രെഡ് നല്ല കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അതതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ ചിക്കൻ ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ. ബ്രോയിലർ ചിക്കൻ തന്നെയാണ്. കഴുകിയാൽ തന്നെ കുറച്ചൊരു വെള്ളം അതിലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം യൂസ് ചെയ്യാഞ്ഞത്. അങ്ങനെ ഈ ചിക്കൻ്റെ ബോണൊക്കെ ഒഴിവാക്കി നമ്മളിതൊന്ന് അരച്ചെടുക്കണം. ശരിക്കും ഡോണറ്റ് ഉണ്ടാക്കുമ്പം ഒന്നായിട്ട് എല്ലാ മിശ്രിതം കൂടി മിക്സിയിലിട്ട് അരയ്ക്കുകയാണ് നല്ലത്. പക്ഷേ എനിക്കിവിടെ ഒരു 10-30 ഡോണറ്റിൻ്റെ ആവശ്യമുണ്ട്. എന്തിനാണ് ഇത്രയും തോനെ ചിക്കൻ ഡോണറ്റ് നിങ്ങൾ വിചാരിക്കും. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഈ ഡോണറ്റിന് വേണ്ടിയിട്ട് ആകെ ആവശ്യമുള്ളത് ഈ കുക്ക് ചെയ്ത ചിക്കന്, പിന്നെ ബ്രെഡ്, വെല്ലുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇത്യാദി സാധനങ്ങളാണ് കേട്ടോ ഇതിനേക്കുള്ള വേണ്ടത്. അപ്പം നമ്മളിത് അരയ്ക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏതാണോ ഫസ്റ്റ് അരയ്ക്കേണ്ടത് ആ രീതിയിലൊക്കെ അരയ്ക്കുക. അപ്പോൾ ചിക്കൻ അരയ്ക്കുമ്പോൾ കുറച്ച് നനവിൻ്റെ പോരായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ടും നനവ് പോരായിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കുക്ക് ചെയ്തപ്പം ആ കുക്കറിൽ ഇത്തിരി വെള്ളം ബാക്കി ഉണ്ടാവില്ല, ചിക്കൻ നൂറി വന്നത്, അത് ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇനി അടുത്ത ടേൺ ബ്രെഡിൻ്റെതാണ്. ഒരു പാക്ക് കംപ്ലീറ്റ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനും വെല്ലുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരച്ചതിന് ശേഷം ഇനി എനിക്ക് ബാക്കി അരയ്ക്കാനുള്ളത് ബ്രെഡും മല്ലിച്ചപ്പും മാത്രമാണ്. അപ്പോൾ ബ്രെഡെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ബ്രെഡിന് പിന്നെ വെള്ളമൊന്നും വേണ്ടല്ലോ അരയ്ക്കാൻ, അത് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം. അങ്ങനെ ഒരു പാക്ക് ബ്രെഡ് പൊടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിയിലും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല ചതക്കലും പൊടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് സംഭവം പാത്രം വലിപ്പം പോരാന്ന് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ പോട്ടെ, വലിയ സ്റ്റീൽ പാത്രം തന്നെ ആക്കാം, എന്നാൽ നമുക്ക് കുഴയ്ക്കാനും എളുപ്പമല്ലോ. അങ്ങനെ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതെല്ലാം കൂടി നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യുകയാണ്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പ് നോക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടത് നല്ലോണം മിക്സ് ചെയ്യുമ്പം ചിലപ്പം ഇത് ലൂസാവാം, അല്ലെങ്കിൽ ടൈറ്റ് ആവാം. അഥവാ ലൂസാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൺഫ്ലോർ ഇട്ട് വെക്കാം. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ആ കുക്കറിൽ ഇത്തിരി വെള്ളം ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രം ഇടാൻ മതി. എവിടെയും വെള്ളം യൂസ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇത്ര പണിയേ ഉള്ളൂ. ചിക്കൻ ഡോണറ്റിനുള്ള എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചാക്കി എല്ലായിടത്തും എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കൈയൊക്കെ കഴുകി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കേണ്ടത്. സാധാരണ ഉള്ള പോലെ തന്നെ അങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് ഓട്ടാക്കി കൊടുക്കുക. രണ്ട് സൈഡിലും മറിച്ചിട്ടതിന് ശേഷം അതിലൂടെ ഓട്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ എപ്പോഴും ചിക്കൻ ഡോണറ്റ് ഉണ്ടാക്കുമ്പം എല്ലാ ഡോണറ്റ്സും ഉണ്ടാക്കി വെച്ചതിന് ശേഷം പൊരിക്കുകയാണ് എളുപ്പം. ഇതിനായിട്ടൊരു തട്ടിലേക്ക് ഓയിൽ തൂവി കൊടുത്തതിന് ശേഷം ഡോണറ്റ്സൊക്കെ അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്തതിന് ശേഷം പൊരിക്കുമ്പോഴാണ് സൂപ്പർ ആകട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് ഫ്രീസർ കയറ്റിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ പോവാൻ നേരമാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എങ്ങോട്ടാ പോകണമെന്നല്ല, അപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ ഒരാൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 7-ാം മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വയറ് കാണൽ ചടങ്ങുന്നുണ്ടല്ലോ, ഇവിടേക്കൊക്കെ പള്ളാണാൻ പോവാന്ന് പറയും. അങ്ങനെ പള്ളാണാൻ പോകാൻ വേണ്ടി തന്നെ ഉണ്ടാക്കണതാണ്. പുള്ളിക്കാരത്തേക്ക് മധുരമുള്ള സ്നാക്സിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ എപ്പോഴും കട്ട്ലറ്റ്, പഴംപൊരി, ഇങ്ങനത്തെ കുറേ കോമൺ ആയിട്ടുള്ള സ്നാക്സൊക്കെ എപ്പോഴും കഴിക്കണതല്ലേ. ചിക്കൻ ഡോണറ്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് അത്ര അത് പെട്ടെന്ന് വീട്ടിലാരും അങ്ങനെ ഉണ്ടാക്കലില്ലല്ലോ. അതുകൊണ്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു 5 ഡോണറ്റിന് വേറെ പ്രത്യേകത ഉണ്ട്. അവിടെ ഇവിടെ വെള്ള കാണുന്നില്ലേ, അത് മൊസറല്ല ചീസാണ് കേട്ടോ. ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ലാസ്റ്റ് ആ മാവിൽ ഇത്തിരി മൊസറല്ല ചീസും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാണ് അതുണ്ടാക്കിയത്. പൊരിച്ച് കഴിഞ്ഞിട്ട് എന്താവും നോക്കാൻ വേണ്ടി. അങ്ങനെ ഇതിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ബ്രെഡ് പൊടി എല്ലാം എടുത്തിട്ടുള്ളത്. കോൺഫ്ലേക്സ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അതായത് ചോപ്പറിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇത്തിരി പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും തോന്നെ ചിക്കൻ ഡോണറ്റ്സ് ഉണ്ടാക്കാനും 2 കോഴിമുട്ടൻ്റെ ധാരാളമാണ്. അഥവാ ഡിപ്പ് ചെയ്യാൻ പോരായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് തന്നെ ഈ മൊസറല്ല ചീസ് ഇട്ടിട്ടുള്ള ഇതാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അത് ഈ കോഴിമുട്ടയും പാലിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ കട്ടിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ കോൺഫ്ലേക്സിൻ്റെ പൗഡറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സൂപ്പർ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യട്ടോ. ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കി. പിന്നെയൊക്കെ ഞാൻ ഒരൊറ്റ വട്ടം തന്നെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടെങ്കിലും എനിക്ക് ശരിക്കും നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കൊടുക്കണ ആൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. പൊതുവെ പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്ത് 7-ാം മാസമൊക്കെ ആകുമ്പം നമുക്ക് ഓരോ സാധനങ്ങൾ കഴിക്കാൻ ചിലതൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും ചെയ്യും. പക്ഷേ ആരെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പം അതിനോടൊരു പ്രത്യേക സ്നേഹം തോന്നൂലേ. അപ്പം ഞാനത് അനുഭവിച്ചതാണ്. കാരണം എസമോളെ വയറ്റിലുണ്ടാകുന്ന സമയത്ത് എനിക്ക് തന്നെ ഇതേപോലെ ഓരോരുത്തരും ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ എനിക്ക് അതൊക്കെ ഒരു സ്പെഷ്യലായി തോന്നലുണ്ട് കേട്ടോ. അപ്പം അത് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുപോകാവും ചെയ്യാം. അങ്ങനെ സംഗതി ഏതായാലും ഹിറ്റായിട്ടുണ്ട്. പക്ഷേ മൊസറല്ല ചീസ് ഇട്ടത് ഏത്
വഴിയാണ് പോയതെന്ന് തന്നെ കാണാനില്ല. അതുകൊണ്ട് ആരും അതൊന്നിട്ട് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഇനി. അപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.